യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷമാണോ? സമാധാനമായിട്ടൊക്കെയാണോ മുന്നോട്ട് പോകുന്നത്? എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിയില്ല, ശരിയാണ്. എങ്കിലും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓർക്കാറുണ്ട്, പ്രാർത്ഥനയിൽ സമർപ്പിക്കാറുണ്ട്. ദൈവത്തിൽ നിന്നുള്ള നല്ല അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. നമ്മളൊക്കെ ഉണ്ടല്ലോ, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാവൽക്കാരാണ്. ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് സന്തോഷം, സമാധാനം അവരുടെ കാവൽക്കാരായി നിൽക്കേണ്ടവരാണ്. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണില്ല. എന്താണ് സന്തോഷത്തിൻ്റെ കാവൽ? ചില മനുഷ്യരുടെ സന്തോഷത്തിന് നമ്മൾ കാവലാകണം എന്ന് പറഞ്ഞാൽ, സന്തോഷമല്ലേ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. സന്തോഷം സമാധാനമൊക്കെയുള്ള സ്ഥലത്താണോ ഉള്ളത്? അത് കളയാതെ അത് സൂക്ഷിക്കേണ്ട കാവൽക്കാരാണ് നാം. അയൽവാസിയുടേതാകാം, പ്രിയപ്പെട്ടവരുടേതാകാം, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളുടെ ആകാം. ആ സന്തോഷം അവരുടെ കുടുംബത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് മാറാതെ അത് നിലനിൽക്കാൻ നമ്മൾ കാരണം അത് പോകാൻ പാടില്ല. നമ്മൾ കാരണം അത് നഷ്ടപ്പെടാൻ പാടില്ല. അതിനുള്ളൊരു കാവലായിരിക്കണം. അപ്പോൾ മനുഷ്യൻ്റെ സങ്കടത്തിലും ദുഃഖത്തിലും എന്തിനാണ് കാവൽ? ഈ സ്ഥലമുണ്ടല്ലോ, മനുഷ്യൻ്റെ സങ്കടത്തിലും ദുഃഖത്തിലും കാവൽ നിൽക്കുന്ന ഒരു സ്ഥലവും സാഹചര്യമാണ്. സങ്കടത്തിലും ദുഃഖത്തിലുമാണ് മനുഷ്യൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാനങ്ങ് ചാകാൻ പോവാണ്, ജീവിതം മടുത്തു, ഇനി ജീവിതത്തിലേക്കില്ല എന്നൊക്കെ പറയുന്ന സങ്കടത്തിലും അമിത ദുഃഖത്തിലുമാണ് മനുഷ്യൻ പൊട്ടച്ചിന്തകളും പൊട്ടത്തീരുമാനങ്ങളും എടുക്കുക. അവിടെയും ഒരു കാവൽ വേണം. ആ ജീവിതം തകർന്നു പോകാതെ, ആ ജീവിതം വാടിപ്പോകാതെ, ആ ജീവിതത്തിൽ ഒരു അപകടമോ ഒരനർത്ഥമോ ഒന്നും കയറി വരാതെ നമ്മുടെ പ്രാർത്ഥനയോടെ കാവൽ നിൽക്കണം. അപ്പോൾ സന്തോഷത്തിലും നമ്മൾ കാവൽക്കാരാകണം. പല മനുഷ്യരുടെയും സങ്കടത്തിലും ദുഃഖത്തിലും നമ്മൾ കാവൽക്കാരാകണം. ദൈവം ഏൽപ്പിച്ച ചെറിയ കാര്യത്തിലും ഒത്തിരി വിശ്വസ്തരായിരിക്കാം. ഞാനിങ്ങനെ വചനം പറയുമ്പോൾ ഓർക്കുന്നുണ്ട്, ചിരിക്കുന്ന ഒരു നല്ല മുഖം വചനം കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകട്ടെ. വചനം കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മറക്കാൻ ഇടവരട്ടെ. ചിരിക്കുന്നൊരു മുഖവും സന്തോഷമുള്ളൊരു മനസ്സും നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ അല്ലെ ഈ ആലയത്തിൽ വരുമ്പോൾ ചിരിക്കുന്നൊരു മുഖത്തോടെ ഇറങ്ങിപ്പോകാൻ, തെളിഞ്ഞ മനസ്സോടെ പ്രാർത്ഥന കഴിഞ്ഞു പോകാൻ ഇടയാകട്ടെ. എല്ലാം മറക്കാൻ ഇടവരട്ടെ. ഇന്ന് കേൾക്കാം പ്രാർത്ഥനയോടെ. ദൈവവചനം ശ്രദ്ധിക്കുകയാണ്. സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. എല്ലാവരും ഈ വചനം ശ്രദ്ധിച്ചു കേൾക്കുമോ? സക്കറിയ 2:5. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വവുമായിരിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു വലിയ ദൈവീക സംരക്ഷണത്തിൻ്റെ വചനമാണിത്. ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. അഗ്നി കൊണ്ടുള്ളൊരു കോട്ട. ഇത് ഒന്ന് ആത്മീയമായി നിങ്ങളോട് പറയാം. നമ്മളിത് പ്രാർത്ഥിച്ച് ഉറപ്പിക്കണം. ദൈവമേ, സക്കറിയ 2:5 പറയുന്ന ആ അഗ്നി കൊണ്ടുള്ള സംരക്ഷണ കോട്ട എനിക്കും എൻ്റെ കുടുംബത്തിലും എൻ്റെ തലമുറയ്ക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, സാമ്പത്തികത്തിൽ, വരുമാനത്തിൽ, കൃഷിയിൽ, വരുമാനമാർഗത്തിൽ, വിദ്യാഭ്യാസത്തിൽ, ശുശ്രൂഷയിൽ, ഭവനത്തിൽ എല്ലാം വേണം. സക്കറിയ 2:5 വചനത്തിൻ്റെ സംരക്ഷണം. ദൈവം നൽകുന്ന ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള
കോട്ടയായിരിക്കും. ഹല്ലേലൂയ. ഇത് പറയുമ്പം പിശാചിന് നിങ്ങളെ എന്നെ ഒന്നടിക്കണം എന്ന ആഗ്രഹമുണ്ട്. പിശാചിന് എന്നെ, നമ്മുടെ കുടുംബത്തെ ഉപദ്രവിക്കണം എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമമൊക്കെ പിശാച് നടത്തുന്നുണ്ട്. ഉപദ്രവിക്കണം, അടിക്കണം, തകർക്കണം എന്നാഗ്രഹമുണ്ട്. ഒന്നും നടക്കുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, പിശാച് ചിലപ്പം ചിന്തിക്കും, ഇവനെ പുറകിൽ നിന്ന് വന്ന് ഇവനെ ഉപദ്രവിച്ചാലോ. പുറകിൽ നിന്ന് വന്നിട്ട്, നമ്മുടെ വീടിൻ്റെ പുറകിൽ നിന്ന് വന്നിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പിറകിൽ നിന്ന് വന്നിട്ട്, നമ്മുടെ തീരുമാനങ്ങളുടെ പിറകിൽ നിന്ന് വന്നിട്ട് ഉപദ്രവിച്ചാലോ എന്നൊരു പ്ലാൻ പിശാചിനുണ്ട്. അങ്ങനെ പിശാച് പുറകിൽ നിന്ന് വന്നു. അപ്പോഴും കാണുന്നു അഗ്നി കൊണ്ടുള്ളൊരു കോട്ട. തിരിച്ചുപോയി. പിശാചിന് ആഗ്രഹമുണ്ട് സൈഡിൽ കൂടെ വന്ന് ഒരു ഉപദ്രവം നടത്തിയാലോ, ഒരടി കൊടുത്താലോ, ഒന്ന് വിഷമിപ്പിച്ചാലോ, ഒന്ന് ഉപദ്രവിച്ചാലോ, തകർത്താലോ, സൈഡിൽ കൂടെ വന്നേച്ച്. അങ്ങനെ പിശാച് തീരുമാനിച്ച് പ്ലാനിട്ട് സൈഡിൽ കൂടെ വന്നു. സൈഡിൽ കൂടെ വരുമ്പോഴും കാണുന്നുണ്ട് ഒരിക്കലും അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം കരുതി വച്ചിരിക്കുന്ന അഗ്നി കൊണ്ടുള്ള ഒരു കോട്ട. തിരിച്ചുപോയി. അപ്പോൾ പിശാച് ചിന്തിച്ചു, ഇനി മുന്നിൽ കൂടെ വന്നാലാ. മുന്നിൽ കൂടെ വരുമ്പോഴും അഗ്നി കൊണ്ടുള്ള വലയവല്ലേ, തോറ്റു പിന്മാറും. പിശാച് അപ്പോൾ ചിന്തിച്ചു, ഇനി അണ്ടർഗ്രൗണ്ട് വർക്കേ നടക്കുകയുള്ളൂ. താഴെ കൂടെ വന്നാലോ, താഴേന്ന് കയറി വന്ന് ഉപദ്രവിച്ചാലോ, ക്ഷീണിപ്പിച്ചാലോ. എന്നിട്ടും പറ്റുന്നില്ല. ഇനി മുകളിൽ നിന്ന് വന്നൊരു അടി അടിച്ചാലോ. നേരെ മുകളിൽ നിന്ന്, പുള്ളിക്ക് അത്ര നോട്ടം കിട്ടാത്ത സ്ഥലമാണ്, മുകളിൽ നിന്ന് വന്ന് ഒന്ന് ഉപദ്രവിച്ചാലോ. ദൈവവചനം പറയുന്നു, പിശാച് ഏത് സൈഡിൽ കൂടെ വന്നാലും, മുകളിൽ നിന്ന് വന്നാലും താഴെ നിന്ന് വന്നാലും, സൈഡിൽ നിന്ന് അടിക്കാൻ നോക്കിയാലും, പുറകിൽ നിന്ന് ഉപദ്രവിക്കാൻ നോക്കിയാലും, മുന്നിൽ നിന്ന് ക്ഷീണിപ്പിക്കാൻ നോക്കിയാലും, ദൈവവചനം പറയുവാണ്, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. മാത്രമല്ല, തൊട്ടു താഴെ എഴുതിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ മധ്യത്തിൽ, അതിൻ്റെ നടുക്ക്, അതിൻ്റെ മഹത്വമായിരിക്കും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നീ വചനം കേൾക്കുന്നതൊന്നും വെറുതെ ആയി പോവില്ല. ജീവിതത്തിനകത്ത് ചില നല്ല ഉത്തമ ബോധ്യങ്ങളായത് മാറും. ഇത് ദൈവം ഒരുക്കുന്നൊരു ശുശ്രൂഷയാണ്. ഇത് ദൈവം ഒരുക്കുന്നൊരു കാവലാണ്. ഇത് ദൈവം ഒരുക്കുന്നൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മളിന്ന് പ്രാർത്ഥിക്കുവാണ്, ദൈവമേ, ഞങ്ങൾക്ക് അങ്ങയുടെ വലിയൊരു സംരക്ഷണം വേണം, ഒരു കോട്ട വേണം. അവിടെയെങ്കിലും അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ അത് പുതുക്കി പണിയണം. ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ പറ്റുവാണ് നിങ്ങളിങ്ങനെ പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിന് ചുറ്റും ആ അഗ്നി കൊണ്ടുള്ള കോട്ട അങ്ങ് ക്രമീകരിക്കണമേ, ഉറപ്പിക്കണമേ. എവിടെയും അതിനൊരു കോട്ടം വരല്ലേ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നടുക്ക് മഹത്വമായി നിലകൊള്ളണമേ. നമ്മുടെ ഭവനത്തിലേക്ക് ഈ ദൈവവചനം ഇങ്ങനെ വരുമ്പോഴേ, അത് നിങ്ങളുടെ കുടുംബത്തിലിരുന്ന് കേൾക്കുമ്പോഴേ, നിങ്ങളുടെ വീടിൻ്റെ നടുക്ക്, നിങ്ങൾ എത്ര പേരുണ്ട് വീട്ടിൽ? 3 പേര്, 4 പേര്, 2 പേര്, 5 പേര്, നിങ്ങൾ ഒരുമിച്ച് വട്ടത്തിലിരിക്കുമ്പോഴേ ദൈവം ആ വീടിൻ്റെ നടുക്ക് മഹത്വമായി നിലകൊള്ളും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം മഹത്വമായി ആ വീടിന് നിലകൊള്ളും. സംഭവിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുക. പ്രാർത്ഥിക്കുവാണ്. ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ദൈവിക സംരക്ഷണം കിട്ടട്ടെ. ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. കാരണം ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, വീട്ടിൽ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, വീടുമായി ബന്ധപ്പെട്ട് ദോഷം കിടക്കുക, വിറ്റുപോകുന്ന നല്ല വീടിന് പോക്കുവരവുണ്ട്, ശത്രുദോഷമുണ്ട്, സർപ്പദോഷമുണ്ട്, 100 കാര്യങ്ങൾ നമ്മുടെ വീടിനെ ഓർത്ത്. അതാ രോഗം മാറാത്തെ, അതാ ഉയർച്ചയുണ്ടാകാത്തെ. ഇനി ഞങ്ങൾ എന്നാ ചെയ്യുക? ആരെ കൊണ്ടാ പ്രാർത്ഥിപ്പിക്കേണ്ടത്? ഒന്നും അറിയത്തില്ല. ഒക്കെ ഓർത്തിങ്ങനെ പകച്ചു നിൽക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക. സക്കറിയ 2:5 പറഞ്ഞിട്ടുള്ള ആ ദൈവവചനത്തിൻ്റെ അഗ്നി കൊണ്ടുള്ളൊരു കോട്ട ഞങ്ങളുടെ ചുറ്റും ഉണ്ടാകണമേ. അങ്ങ് ദൈവമേ
അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ, ഭവനത്തിൻ്റെ മധ്യത്തിൽ മഹത്വമായി നിലകൊള്ളണമേ. ഇത്രയും മതി. വെളിച്ചം വരുമ്പോൾ മാറാത്ത ഇരുട്ടുണ്ടോ? വെളിച്ചം വരുമ്പോഴേ ഇരുട്ട് ഓടും. ദൈവവചനത്തിൻ്റെ വെളിച്ചം വരുമ്പം ഏതിരുട്ടും മാറും. പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളുടെ വചനം കേട്ട എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. പ്രാർത്ഥനയോടെ ഓഗസ്റ്റ് മാസം അയച്ചു തന്ന കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട്. മറന്നിട്ടില്ല കേട്ടോ. ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ദിവസവും. ഓരോ ദിവസം അതിന്മേൽ പ്രാർത്ഥനയില്ലാതില്ല. പ്രാർത്ഥനയുണ്ട്. എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, നിയോഗക്കൊന്ത ചെല്ലുന്നവർ, തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ, മുട്ടിലെഴഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ, കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നവർ, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നവർ, കൽക്കുരിശിൽ എഴുതി പ്രാർത്ഥിക്കുന്നവർ, സകലരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങളെല്ലാം മാറിപ്പോകട്ടെ. ദൈവം സക്കറിയ 2:5 നൽകുന്ന സംരക്ഷണം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സംഭവിക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും അതുണ്ടാകട്ടെ. ആരോഗ്യത്തിൽ അത് ലഭിക്കട്ടെ. നിങ്ങൾ ആർക്കൊക്കെ ഈ വചനം അയച്ചു കൊടുത്തു അവർക്ക് ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ. ആരുടെയൊക്കെ ജീവിതത്തിൽ ഈ വചനം വിശ്വാസത്തോടെ ഏറ്റെടുത്തു അവർക്ക് ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞോ ഇത് കേൾക്കാൻ? നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, പള്ളിയിലുള്ളവർ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് സമയമുള്ളതോടെ കേൾക്കണമെന്ന് പറഞ്ഞോ? നിങ്ങളൊരനുഗ്രഹമാണ്. നിങ്ങളൊരനുഗ്രഹമാണ്. നിങ്ങളുടെ നാവിനെ ദൈവം അഭിഷേകം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഷെയർ ചെയ്തത് ദൈവവചനമാണ്. ദൈവത്തിൻ്റെ പ്രചോദനമില്ലാതെ അത് നടക്കത്തില്ല. ദൈവനാമത്തിൽ വചനം കേട്ടവരെ, അയച്ചു കൊടുത്തവരെ, സ്വീകരിച്ചവരെ, വചനം എഴുതിയവരെ, പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. സാധ്യമെല്ലാവർക്കും അയച്ചു കൊടുക്കണം പറ്റുന്നത് പോലെ. നാളെയും 5:30 ഒരുമിച്ച് കാണണം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.